വിളിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നീ, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്നിലൂടെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നമുക്ക് ഈ പ്രാവശ്യം കുറി വീണില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. അത് മെമ്പർമാർ പറഞ്ഞോളൂ, നിങ്ങൾ പറയേണ്ട ഭാഷയല്ല. എൻ്റെ കർത്താവിനക്ക് വീട് തന്നില്ലെന്ന് പറയണം. കാര്യം എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം മാറ്റത്തിന് വിധേയമാണ്. അത്രയും ബന്ധം നിനക്ക് കർത്താവുമായിട്ട് നിനക്കുണ്ടാകണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എൻ്റെ കർത്താവ് എന്നെ തോൽപ്പിക്കരുത്. ഞാൻ എഴുതിയിട്ടില്ല, സത്യമാണ്. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പാതി വെക്കാൻ എൻ്റെ കയ്യിലില്ല. അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം നിർബന്ധമില്ല. എന്നാലും നമുക്ക് ജീവിക്കണ്ടേ? നമ്മുടെ കയ്യിൽ പാതി ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിവിടെ മരിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കേണ്ടി വരും, നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിൽ ദൈവമുണ്ട്. ഇപ്പം ഞാൻ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്, ഞാൻ 45 മാർക്കിന് എഴുതിയിട്ടുള്ളൂ, 30 ആണ് കിട്ടണമെങ്കിൽ ഞാൻ വീട്ടിൽ പോകേണ്ടി വരും. പക്ഷേ എന്നെ വീട്ടിലോട്ട് വിടരുത്. എനിക്ക് നിൻ്റെ അച്ഛനായിട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനുവേണ്ടിയാണ് തുനിഞ്ഞ് കെട്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 4 വയസ്സ് മുതൽ പ്രാർത്ഥിക്കുന്നത്. എന്താ നിങ്ങൾക്ക് സംഭവിച്ചെന്ന് മനസ്സിലായില്ലേ? അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഈ ആൾക്കാർ പറയും അത്ഭുതം സംഭവിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയണത്. അച്ഛന്മാരുടെ കൂട്ടത്തിൽ പോലും പറയുന്ന ആൾക്കാരുണ്ട് അത്ഭുതം സംഭവിക്കത്തില്ലെന്ന്. ഞാൻ പറയണത് അത്ഭുതമേ സംഭവിക്കത്തുള്ളൂ. നീ കർത്താവുമായിട്ടാണ് നിൽക്കണമെങ്കിൽ. എനിക്ക് കിട്ടിയ മാർക്കത്തെ നിങ്ങൾ അറിയണ്ടേ? 90 മാർക്ക്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ 45. ഇപ്പം ഈശോ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് എന്തിനാണ് ഇത് കള്ളത്തരം പറയേണ്ട കാര്യം എന്ത്? അതോ ഒരു പുരോഹിതൻ എന്തിനാ കള്ളത്തരം പറയണത്? അതായത് എനിക്ക് കിട്ടിയ മാർക്ക് എന്താണ്? അതായത് ഞാൻ എഴുതിയ മാർക്ക് എത്ര അറ്റൻഡ് ചെയ്തിരിക്കണത്? 45. എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 90. അന്ന് മുതൽ അതായത് ഈ 90 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മിറക്കിളാണ്. അത് ആരുടെ മാർക്കാണ്? കർത്താവ് ഇട്ട മാർക്കാണ്. ഞാൻ അവിടെ നിന്നാണ് ഈ ശുശ്രൂഷ തുടങ്ങിയത്. ശരിക്കും എല്ലാ മനുഷ്യരും വരുമ്പോൾ അങ്കലാപ്പിലാണ്, ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ അവരെ തടയിക്കൊണ്ട് പറയും ഒരു കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ട്, ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. കൃപാസനത്തിൽ ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. വിജയകുമാരൻ്റെ സഹോദരൻ ചില സമയത്ത് എന്നെ വിളിക്കും പ്രാർത്ഥനയിൽ. ഞങ്ങൾ സഹോദരന്മാരാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഭയങ്കര അദ്ദേഹത്തിൻ്റെയൊക്കെ കേസെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വിഷമമായിരിക്കും വരാൻ പോണത്. അതായത് നമുക്കറിയാം, ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നം, വലിയവർക്ക് വലിയ പ്രശ്നം. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയും, സാർ വിഷമിക്കാതിരിക്കൂ, ഒരു ആരാധനയ്ക്ക് സമയമുണ്ടെന്ന് പറയും. ഒരു ആരാധനയ്ക്ക് സമയമുണ്ട്, ഒരു കുർബാനയ്ക്ക് സമയമുണ്ട്. അതായത് സമയമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം നാളെയാണ് നിൻ്റെ വീടിൻ്റെ ജപ്തി എന്ന് വിചാരിച്ചോ. വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡേറ്റ് നാളെയാണ്. അപ്പോൾ ഞാനവിടെ ചോദിക്കും, ഇപ്പോഴല്ലല്ല ജപ്തി എന്ന് പറയും. എന്താ കാര്യം? നമുക്ക് 23 മണിക്കൂറോളം ഉണ്ട്. 23 മണിക്കൂറോളം ഉണ്ട്. എന്തിനാണ്? സ്വാഭാവികമായി ദൈവത്തിന് ഇടപെടാൻ വേണ്ടി 23 മണിക്കൂറുണ്ട്. 23 മണിക്കൂർ കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അവിടെ 4.5 മണിക്കൂറാണ് ട്രിവാൻഡ്രത്തിൻ്റെ സമയം. അപ്പോൾ ഇവിടുന്ന് അവിടെ വരെ ജപമാല ചെല്ലണത് 22 ജപമാലയാണ് ചെല്ലണത്. 20 ജപമാല. തൃശ്ശൂർ പോകുമ്പോൾ ഞാൻ ചെല്ലണത് 22 ജപമാലയാണ്. അപ്പോഴെന്താ എൻ്റെ അർത്ഥം? 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് 20 ജപമാല ചെല്ലാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 100 ജപമാല ചെല്ലാനുള്ള സമയമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. 100 ജപമാല ചെല്ലാനുള്ള സമയം നമുക്ക് 23 മണിക്കൂർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ജപമാലയ്ക്ക് സമയമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. 23 മണിക്കൂർ നിൻ്റെ കുടുംബം ജപ്തി ചെയ്യാൻ വേണ്ടി നാളെയാണെന്ന് പറഞ്ഞാൽ 23 മണിക്കൂർ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ 100 ജപമാലയാണ്, അല്ലാതെ 50 അല്ല. 100 ജപമാല ചെല്ലാൻ സമയമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. 100 ജപമാലയ്ക്ക് ചെല്ലേണ്ടി വരുന്ന ദൈവവചനം എത്രയാണ്? 9നെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 9നെ 100 കൊണ്ട് ഗുണിച്ചാൽ തന്നെ 900 ആയി. 900നെ പിന്നെ 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ 9 40 4500. അത്രയും ദൈവവചനങ്ങൾ ഉച്ചരിക്കാനുള്ള സമയമാണ്. ഈ ദൈവവചനത്തിൽ വിശ്വസിക്കാനും അതുകൊണ്ട് ഇത്രയും പ്രാർത്ഥിക്കണോ, എങ്ങനെ ഇത് ഇത്രയും പ്രാർത്ഥിക്കുമോ എന്നല്ല പ്രശ്നം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്
ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നത്. കാര്യം നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകുന്നതുകൊണ്ടുള്ള ഗുണവത, അതായത് സമാധാന കാലമില്ലേ, സമാധാന കാലം റെക്രിയേഷൻ ടൈമല്ല. നമുക്ക് കടവുമില്ല, നമുക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ഗ്രൂപ്പുമുണ്ട്, കൂട്ടുകാരുമുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്ന സമയമില്ലേ. ഇത് ദുരന്ത കാലമാണത് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം നീ നല്ല ശരിക്കും ഗെയിൻ ചെയ്യേണ്ടതാണ്. കാര്യം സമാധാന കാലത്താണ് നമ്മൾ നല്ല ശരിക്കും പ്രാർത്ഥിച്ച് നമുക്ക് നല്ല ഡിപ്പോസിറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണത്. പക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരുമില്ല. കാര്യം മനുഷ്യന്മാരിത് പറഞ്ഞു തരത്തില്ല. കാര്യം മനുഷ്യന്മാർക്കത് അറിയത്തില്ല. അത് പറഞ്ഞു തരാൻ ദൈവം ആളെ വെച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചു തരും. എന്താണ് ഇത്? പീസ് ടൈമാണ്. ഇപ്പോഴേ കർത്താവിൻ്റെ അടുത്ത് മുഴുവനും സമയം നീ ചെലവഴിച്ചുകൊണ്ട് നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കേണ്ടതാണ്. നിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കണം. ഇപ്പം അതായത് നമുക്ക് രോഗമില്ലാത്ത സമയം, ഇപ്പം ചില സമയത്ത് നിങ്ങളെ കൈയൊക്കെ കാലെവിടെയെങ്കിലും ഉതച്ച് പൊട്ടി പനിയായി കിടക്കുമ്പോൾ ഓർക്കും, ദൈവമേ കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു. അതെ, ഇങ്ങനെ നാശം പിടിക്കാൻ കല്ലേ പോയി ഉതച്ചതാണ് ഈ കുഴപ്പം ഉണ്ടായത്. അപ്പോഴും സമാധാന കാലത്ത് നമ്മൾ കൂടുതൽ കാര്യം അമ്യൂസ്മെൻറ്റിനാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സന്തോഷിക്കാനും അടിച്ചു പൊളിക്കാനും വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഒരു തകർച്ചയുടെ ഒരു കാരണം. മനുഷ്യന്മാരുടെ തകർച്ചയുടെ ഒരു കാരണം ഇതാണ്. സമാധാന കാലം അവൻ ജഡിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാര്യം അവന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പറയേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഞാൻ എപ്പോഴും പറയും, ഒരു മിനിമം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരു പരിധിവരെ നമ്മളിൽ നിലനിർത്തണം. കാര്യം ആത്മീയ ജീവിതമെന്ന് പറയണത് പ്രാർത്ഥനാ ജീവിതമല്ല. ആത്മീയ ജീവിതമെന്ന് പറയണത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പ്രാർത്ഥന പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അതായത് ഇപ്പം തന്നെ റോമ 14 14:8 നമ്മൾ വായിക്കുമ്പോഴെന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അപ്പോഴും നിൻ്റെ അമ്യൂസ്മെൻറ്റ് ടൈം, നിൻ്റെ സമാധാന കാലം, നിൻ്റെ ഉല്ലാസ വേളകൾ നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾ വെറുതെ ഇരുന്നാലും പറയും, ഇത് വെറുതെ ഇരിക്കണ്ട, വേണമെങ്കിൽ ജപമാല എടുത്ത് പ്രാർത്ഥിക്കാൻ പറയും. വെറുതെ ഇരിക്കുന്ന സമയമില്ലേ? വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കാര്യം നമുക്ക് നിങ്ങളോട്, അതായത് വെറുതെ എപ്പോഴും ചിലപ്പോൾ ഒരു ഫ്രീ ടൈം വരികയല്ലേ, അങ്ങനെ ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നമുക്ക് ഫ്രീ ടൈം വരികയത്തില്ല. കാരണം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, ഇപ്പോഴേ ജപമാല ചെല്ലാൻ പറയും. മൊത്തം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനല്ലേ, മരിപ്പ് വിട്ടിരിക്കണവർ ഇരിക്കാനല്ല പറയണത്. അതായത് ആ സമയം ദൈവത്തിൻ്റെ സമയമാണ്. ആ ദൈവത്തിൻ്റെ കൂടെ ആ സമയം ദൈവത്തിൻ്റെ കൂടെയും അത് ചെലവഴിക്കാൻ പറയും. അപ്പോൾ നമുക്ക് റിമൈൻഡറാണ്. പരിശുദ്ധാത്മാവ് റിമൈൻഡറാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ 14:26 വായിക്കണേ എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഇപ്പോൾ 14:26 യോഹന്നാൻ്റെ സുവിശേഷം ഇതാണ്. പരിശുദ്ധാത്മാവ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. കർത്താവിൻ്റെ പഠിപ്പിക്കൽ, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കേണ്ടത് ആരാണ്? കർത്താവിൻ്റെ വചനം എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനാണ് വചനം. ഫിലിപ്പിയർ 4:6 വചനം, ഇല്ലേ? ഫിലിപ്പിയർ 4:6 4:4. ഫിലിപ്പിയർ 4:4 വചനം. എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ എന്താണ്? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഈ ഫിലിപ്പിയർ 4:4 നമ്മൾ അനുസ്മരിപ്പിക്കുന്നത് ആരായിരിക്കണം? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാൻ പറയേണ്ടത് ആരാണ്? യോഹന്നാൻ 14:26 വെച്ചുകൊണ്ട് ആരാണത്? പരിശുദ്ധാത്മാവാണ്. എന്താണ് പരിശുദ്ധാത്മാവ് എന്താ പറയണത്? അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം, എൻ്റെ വചനമെല്ലാം, ഫിലിപ്പിയർ 4:4 പോലെയുള്ള വചനങ്ങളെല്ലാം, പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും.
നമുക്ക് പരിശുദ്ധാത്മാവിനെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ അനുസ്മരണമാണ്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് അങ്ങയുടെ വചനങ്ങള് അനുസ്മരിച്ച് എന്നെ ദൈവസാന്നിധ്യത്തിൽ നിലനിർത്തുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇടവേളകളും ലിഷർ ടൈമൊക്കെ വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയത്തെ പ്രാർത്ഥനാ നിർഭരമാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ആ സമയം പ്രാർത്ഥനാ നിർഭരമായി മാറുമ്പോൾ എന്താ ഗുണമെന്നറിയാവോ? ക്ലേശകാലം വരുമ്പോൾ ഈ ക്ലേശകാലത്ത് നിന്നാണ് ഡിപ്പോസിറ്റ് എടുക്കണം. നമ്മുടെ ക്ലേശകാലം വരുമ്പോൾ നമ്മുടെ ഫീസ് ടൈം ഉണ്ടായില്ലേ, സമാധാന കാലത്ത് നമ്മൾ അനുവർത്തിച്ച പ്രാർത്ഥനകളില്ലേ, അത് ക്ലേശകാലങ്ങളിൽ നമ്മളെ കൂടുതൽ പ്രത്യാശ നിർഭരമാക്കും. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതായത് ഒരു കാഷ്വാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് സാധാരണ മനുഷ്യൻ ആചരിച്ചുകൊണ്ട് ലഭ്യനാകുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവതിരുസന്നിധി കമന്നടിച്ച് വീഴുക. ആ ഒരു കാലം തരണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ അമ്യൂസ്മെൻറ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ആ കോളത്തിൽ ദൈവമില്ല, ആ കോളത്തിൽ ദൈവമില്ല. ഇവിടെ ഒരു സത്യസന്ധതയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം, അതിന് ഗ്യാപ്പ് ഇടരുതെന്ന് പറയും. പ്രെയർ ലൈഫിൽ ഗ്യാപ്പ് പാടില്ല. എന്നാൽ 90% മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രെയർ ലൈഫിൽ ഗ്യാപ്പ് ഇടും. കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ദൈവത്തിലേക്ക് ആശ്രയിക്കും. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്താ കാര്യം? അത് വിശ്വസ്തതയുടെ ഒരു പ്രശ്നമാണ്. അത് ദൈവത്തെ ഒരു പ്രഗ്മാറ്റിക് മോഡലിൽ യൂട്ടിലിറ്റേറിയനായിട്ട് നമ്മുടെ യൂസ് ആൻഡ് ത്രോ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ആനുകൂല്യ സ്രോതസ്സായിട്ട് ദൈവത്തെ ഉപയോഗിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ചാണ്. സ്വാഭാവികം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തെ എപ്പോഴും പദാർത്ഥമാത്രമായിട്ടുള്ള ഒരു സമീപനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ രക്ഷപ്പെടുത്തിയെടുക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ വിവേചനത്താൽ എൻ്റെ ജീവിതത്തിലെ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല അപകട സമയത്ത് മാത്രമല്ല സാധാരണ സമയങ്ങളിലും ദൈവത്തോടുള്ള ഊഷ്മളമായ ആത്മബന്ധം നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൻ നിറച്ച
ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനോടുകൂടി നമ്മൾ ധ്യാനിക്കുമ്പോൾ രസകരമായൊരു വചനം എബ്രായ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലുണ്ട്. ഹെബ്രായർ 11:29 വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് വളരെ സീരിയസ് വിഷയമാണ്. അതായത് ഹെബ്രായർ 11:29 വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പം കടൽ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു രോഗമാണെന്ന് വിചാരിച്ചോ? ഒരു രോഗം, അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ കടൽ പറയണത്. അല്ലെങ്കിൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു ക്രൈസിസ്, അതിൻ്റെ പ്രതീകമാണെന്ന് വിചാരിച്ചോ? കടലിൻ്റെ പ്രതീകം, നിൻ്റെ ഒരു വിഷമസന്ധിയുടെ പ്രതീകമാണ് കടൽ. ഈ പ്രശ്നത്തെ വിശ്വാസിക്കുണ്ടാകുന്ന ഫലമല്ല അവിശ്വാസിക്കുണ്ടാകുന്നത്. അപ്പം വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറയത്തില്ലേ? അപ്പം മനസ്സിലാക്കണം അത് വിശ്വാസിക്കുണ്ടാകുന്ന പ്രയോജനം. അപ്പം വിശ്വാസി ഒരു ചെങ്കടൽ അവൻ കർത്താവ് മോശയിലൂടെ അത് പിളർത്തി വിശ്വാസിയെ നടത്തുകയാണ്. പക്ഷേ അതേ പാതയിൽ തന്നെ അവിശ്വാസി വരുമ്പോൾ കടലിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ എല്ലാ പ്രപഞ്ചത്തിലുള്ള ഓരോ വിഷയത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട്. എല്ലാ വിഷയത്തിനും എല്ലാത്തിനും അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവമുണ്ട്. പക്ഷേ ദാനിയേൽ കിണറ്റിൽ വീണപ്പോഴേ സിംഹങ്ങൾ ശാന്തമായി. പക്ഷെ വേറെ ആരെയാണ് പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ ദാനിയേലിൻ്റെ ഒപ്പോണൻസിനെ പിടിച്ചിട്ട് ദാനിയേലിനെ ഈ പരുവത്തിലാക്കി ചതിച്ച് ഒറ്റ ആൾക്കാരെ രാജാവ് പിടിച്ചിട്ടപ്പോൾ സിംഹങ്ങൾ വയലൻ്റായി. ഒരേ സിംഹം തന്നെയാണ് വിശ്വാസികളുടെ മുമ്പിൽ ശാന്തനാവുകയും അതേസമയം തന്നെ അവിശ്വാസിയുടെ മുമ്പിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും ചെയ്യണത്. രോഗാണുക്കൾക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. രോഗാണുക്കളും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കൊറോണ വന്ന ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ കുരിശുകൊണ്ട് മാസ്ക് ചെയ്യണതിനെക്കുറിച്ച് പറയുമായിരുന്നു. നിങ്ങൾ മാസ്ക് ഇട്ടാലും ഒരു കുരിശ് വരച്ചേക്കണമെന്ന് പറയും. എന്താ കാര്യം? മാസ്ക് ഇട്ട ആൾക്കാർക്ക് കൊറോണ വന്നിട്ടുണ്ട്. ഇനി മാസ്ക് ഇടാത്തവർക്ക് കൊറോണ വന്നിട്ടുമില്ല. അപ്പം ചില ആൾക്കാർ കംപ്ലീറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് വിശ്വാസത്താൽ മാത്രമേ വിഷയം കാണത്തുള്ളൂ. കാര്യം എന്താണ്? കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെയാണ് അതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അണുക്കളകത്ത് പോയാലും കർത്താവ് അതിനെ നിർവീര്യമാക്കും. പക്ഷെ സമീപിക്കുന്നത് വിശ്വാസത്തോടെ ആയിരിക്കണം. ഇതിനാണ് ഞാൻ പറയണത് പീസ് ടൈം കാഷ്വൽ, അതായത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. ഞാൻ 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു സത്യം ഇതാണ്: സ്പിരിച്വാലിറ്റി ഉണ്ട്, സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡാണ്. നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇഷ്യൂ ഉണ്ടാകുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പം ദൈവമല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം, നമ്മുടെ ദുരന്തമാണ്. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ആധ്യാത്മിക ശൈത്യം ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അല്ല നമ്മളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. മറിച്ച് പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ദുരിതമുള്ള കാലത്തെന്നപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിക്കുക: കർത്താവായ ദൈവമേ, ദുരിതകാലമല്ലാത്തപ്പോഴും സമാധാന കാലത്തിലും പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമാണെന്ന് കരുതിക്കൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ.
പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമീശോ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമീശോ, രക്തത്താൽ കഴുകണമീശോ, നിന്ദിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ, നിന്ദിരുരക്തത്താൽ കഴുകണമീശോ, നിന്ദിരുഹിതമെന്നിൽ നിറവേറ്റണമീശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില സമയത്തുണ്ടല്ലോ ഈ പീസ് ടൈമിലെ സമാധാന കാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? അതാണ് പ്രശ്നം. സമാധാന കാലം, ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാത്തൊരു കാലം നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിച്ചിട്ട് എനിക്കെന്ത് പ്രയോജനം എന്നുള്ള ചിന്തയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദി ആരാണെന്ന്? അത് യേശാവായിരിക്കും മിക്കവാറും. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 25:32 ഉൽപ്പത്തി 25:32 ഇന്ന് ഇപ്പം സമാധാന കാലത്ത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കാത്തത്? അത് കാരണമേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ എന്ന്. പ്രാർത്ഥിക്കാനുള്ള വിഷയം പ്രാർത്ഥന തന്നെയാണ് വിഷയം. പ്രാർത്ഥിക്കാൻ നീ എന്താ പ്രാർത്ഥിക്കാത്തത്? പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? വിഷയബന്ധിയാണെന്ന് അർത്ഥം. വിഷയമില്ലെങ്കിൽ പ്രാർത്ഥനയില്ല, വിഷയമില്ലെങ്കിൽ ദൈവമില്ല. വിഷയമുണ്ടെങ്കിലേ ദൈവമുള്ളൂ. ദൈവം തന്നെയാണ് വിഷയമെന്ന് നീ എന്നാ വിഷയമാക്കണത്? ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 25:32 എന്താ കണ്ടത് വെച്ചാൽ യേശാവ് യാക്കോബിനോട് പറയണതാണ്. അതായത് കടിഞ്ഞൂൽ അവകാശം ദൈവദത്തമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ആദ്യജാതന്മാർക്ക് യഹൂദ സമൂഹത്തിൽ ദൈവം പ്രത്യേക അനുഗ്രഹത്തിന് അലോട്ട്മെൻ്റുള്ള ഒരു ജന്മാവകാശമാണ് ആദ്യജാതന്മാർക്ക് കിട്ടുന്ന കടിഞ്ഞൂൽ അവകാശം. ദൈവദത്തമാണത്. ഇസ്രയേലിനെ പോലും നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ഇസ്രയേലിനെ പോലും ദൈവം ആദ്യജാതനെന്നാണ് വിളിക്കുന്നത്. എൻ്റെ ആദ്യജാതനെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യേശാവാണ് ആദ്യജാതൻ, യാക്കോബ് അനുജനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ വലിയ കാര്യമുണ്ടെന്ന് യാക്കോബിനറിയാം, വിശ്വാസത്താൽ അറിയാം. യാക്കോബ് പറയും, നിനക്ക് ഞാൻ പയർ പായസം തരാം, നിൻ്റെ ആ ദൈവദത്തമായിട്ടുള്ള കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരാൻ പറയും. അപ്പോഴേ യേശാവ് പറയും, എനിക്ക് വിശപ്പാണ് വലുത്, ദൈവമായാൽ പോലും വിശപ്പിനേക്കാൾ വലുതല്ല, അതുകൊണ്ട് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് എന്നാ കാണിക്കാനാണ്, കടിഞ്ഞൂൽ അവകാശം നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ അതാണ് സംഭവം. 25:32 അത് കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? വിശ്വാസത്താൽ മാത്രമേ കടിഞ്ഞൂൽ അവകാശത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യാക്കോബ് യേശാവ് നല്ല വേട്ടക്കാരനാണ്, നല്ല കൃഷിക്കാരനുമാണ്. യേശാവ് വേട്ടക്കാരനാണ്, കൃഷിക്കാരനുമാണ്. 2 വരുമാനമുള്ള ആളാണ്. 2 വരുമാനമുള്ള ആളിന് ദൈവത്തെക്കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഭയങ്കരമായ ചോദ്യമാണ്. യേശാവ് വേട്ടക്കാരനാണ്, കൃഷിക്കാരനുമാണ്. അപ്പം ഞാൻ ഓർത്ത് ഇനി ബൈബിള് യാക്കോബിന് എന്താണ് ചാർത്തി കൊടുക്കുന്നത്? യാക്കോബിന് ഒന്നും ചാർത്തി കൊടുത്തില്ല. യാക്കോബ് ശാന്തനാണെന്ന് പറഞ്ഞു. യാക്കോബിൻ്റെ ക്വാളിറ്റി എന്താണ്? ശാന്തനാണെന്ന്, എന്നുവെച്ചാൽ പ്രാർത്ഥനയുള്ളവനാണെന്ന് അർത്ഥം. കുടുംബത്തിലെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് അമ്മയെ സഹകരിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് യാക്കോബ്. മറ്റവൻ വെച്ചാൽ പ്രാർത്ഥനയില്ല, അധ്വാനം മാത്രമേ ഉള്ളൂ. അവൻ പറയുന്നത് എന്താണ്? വർക്ക് ഈസ് വർഷിപ്പ്. അധ്വാനമാണ് ഇനി ദൈവം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അധ്വാനം തന്നെയാണ് ആരാധന. വർക്ക് ഈസ് വർഷിപ്പ്. യാക്കോബിൻ്റെ ഒരു നയമാണത്. കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ വേട്ടയാടിയാൽ എനിക്ക് ഭക്ഷിക്കാം. കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? ഞാൻ കൃഷി ചെയ്താൽ എനിക്ക് ഭക്ഷിക്കാം. വളരെ വളരെ മെറ്റീരിയലായിട്ടുള്ളൊരു നിലപാടാണത്. അപ്പോൾ
അപ്പോൾ ദൈവത്തെ ശാസ്ത്രീയമായിട്ട് നിരാകരിക്കുന്ന ആദ്യത്തെ ആളാണ് യേശാവ്. കാര്യം അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ വേട്ടശക്തിയിൽ, അവൻ്റെ കൃഷിപ്പണിയിൽ, അവൻ്റെ വരുമാനത്തിൽ ഒക്കെ ആശ്രയിച്ചിട്ട് വരുമാനത്തിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. വേട്ടയാടി പിടിക്കാനാണെങ്കിൽ ഞാൻ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ഒരു വേട്ടക്കാരനാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുന്നത് കഠിന അവകാശം കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാണെന്ന്. അപ്പം നമ്മൾക്ക് പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ, പഠനമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു യുക്തിവാദത്തിൻ്റെ തന്നെ വേറൊരു പ്രായോഗിക എത്തീസമാണ്, ഒരു പ്രാക്ടിക്കൽ എത്തീസത്തിൻ്റെ രീതിയാണ്. ദൈവം ഇതെല്ലാം അളന്നു നോക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, യെശാവിന് വന്ന ഒരു അബദ്ധം ഇതാണ്, നിലപാടിൽ വന്ന വിഷയമാണ്. കഠിന അവകാശം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം, ദൈവദത്തം എന്ന് പറയുന്ന ഈ വിഷയം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഞാൻ അധ്വാനിയാണ്, ഞാൻ അധ്വാനം ജീവിക്കും. അപ്പോൾ എൻ്റെ ശമ്പളം, എൻ്റെ ജോലി, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വാധീനം, എൻ്റെ പാർട്ടി, എൻ്റെ ആസ്തി, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ പള്ളി വേണ്ട, എന്തിനാണ് കുർബാന, എന്തിനാണ് ധ്യാനം, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ മനുഷ്യർ. അതായത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഇതൊരു പ്രലോഭനം പോലെയാണ് പിന്നീട് വർക്കൗട്ട് ചെയ്ത് വരാൻ സാധ്യതയുള്ളത്. കാര്യം ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. ഒരു വ്യക്തിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത അവസ്ഥയാണ് അവൻ്റെ പ്രലോഭനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. അതുപോലെ തന്നെ നിൻ്റെ ആധ്യാത്മിക ഔന്നത്യത്തിൻ്റെ ആദ്യ പാഠം എന്താണ്? ദൈവത്തെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നിൻ്റെ ആധ്യാത്മികതയുടെ. കാരണം യാക്കോബിന് അത് പിന്നീട് അനുഭവം കൊണ്ട് കുറച്ചുകൂടി മനസ്സിലാകും. കാരണം പഠിപ്പിക്കുന്നവനെ ദൈവം പിന്നെയും പഠിപ്പിക്കും. കർത്താവ് തന്നെ വന്നപ്പോഴെന്താ പറഞ്ഞത്? അതായത് ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും. യാക്കോബിന് ദൈവത്തോടുള്ളൊരു അഫിനിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയുടെ പിതാവായി. ആ ജനതയുടെ പിതാവാകേണ്ടത് യാക്കോബല്ല, യേശാവാണ്. ഇപ്പം ജനതയുടെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് യാക്കോബിൻ്റെ വിശ്വാസത്താൽ യാക്കോബാണ്. അവന് അർഹതപ്പെട്ടതല്ല ദൈവം അവന് കൊടുത്തത്. ദൈവത്തിന് ആഗ്രഹിച്ചതാണ് അവന് കൊടുത്തത്. ആ ദൈവത്തിൻ്റെ ആഗ്രഹം അവൻ നേടിയെടുത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിലുള്ള ആശ്രയം കൊണ്ടാണ്. അവൻ ശാന്തനായിരുന്നു എന്നുള്ള വാക്കിലെ അവൻ പ്രാർത്ഥനയുള്ളവനായിരുന്നു എന്ന് നമുക്ക് വേണ്ടി തിരുത്തി പറയാം. ബൈബിളിൻ്റെ എല്ലാ ശാന്തതയും ഒരുമിച്ച് വായിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൽ ആശ്രയമുണ്ട്. ശാന്തമാവുക, ഞാൻ ദൈവമായിരിക്കുക. യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചതാണ്. അവൻ്റെ മസിൽ പവർ, മണി പവറിനേക്കാൾ ഉപരി അവൻ ആശ്രയിച്ചത് ദൈവത്തെയാണ്. അവൻ ദൈവത്തെ ആശ്രയിച്ച കൊണ്ട് തന്നെ അവൻ്റെ ആശ്രയം അറ്റുപോയ കാലത്ത് തൻ്റെ ആശ്രയം പോയത്തെ കളയുന്നവൻ ദൈവമാണെന്ന് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ മൽപ്പിടുത്തത്തിനിടയിൽ ശേഷം അവൻ പറയും, നീ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എൻ്റെ ആശ്രയം അറ്റുപോയിരിക്കുന്നു. എൻ്റെ ആശ്രയത്തെ അറ്റുകളയാൻ നിനക്ക് മാത്രമേ കഴിയൂ. കാര്യം നീ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇത്രയും ലാബാൻ്റെ ഇത്രയും ആടുകളെല്ലാം എനിക്ക് കിട്ടിയത് നീ എനിക്ക് തന്നിട്ടുള്ള, അവരെ പ്രസവിപ്പിച്ചതാണ് നീ. എനിക്ക് വേണ്ട കുഞ്ഞാടുകളെ, എനിക്ക് വേണ്ട ആടുകളെ എന്ത് കളറിട്ട് ജനിപ്പിക്കണമെന്ന് നീ തീരുമാനിച്ചതാണ്. ഞാൻ വല്ല സൂത്രപ്പടിയൊക്കെ കാണിക്കുമായിരിക്കും, പക്ഷേ കുഞ്ഞ് പുറത്തൊരു മാത്രമേ ആട് വെളുത്തതാണോ കറുത്താണോന്ന് പുള്ളിയുണ്ടോ പുള്ളിയില്ലെന്ന് അറിയത്തുള്ളൂ. ആ ആടിൻ്റെ ഗർഭത്തിൽ വെച്ച് എരിക്കേണ്ട ഓഹരി തിരിച്ചു മാറ്റിയതെല്ലാം നീയാണ്. ഞാൻ നിന്നിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എൻ്റെ ആശ്രയത്തെ കളയാൻ മനുഷ്യന് പറ്റത്തില്ല. എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി യേശാവിന് പറ്റില്ല. എൻ്റെ ആശ്രയത്തെ കളയാൻ വേണ്ടി ലാബാന് പറ്റില്ല. ഈ ഭൂമിയിൽ ആർക്കും നിന്നിലുള്ള എൻ്റെ ആശ്രയത്തെ കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ആശ്രയത്തെ ഞാൻ ആശ്രയം അറ്റു നിൽക്കുന്നു. അത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. അവനെ അനുഗ്രഹിക്കേണ്ട ദൈവം. എൻ്റെ ദൈവം വിശ്വാസത്തിൻ്റെ ജീവിതത്തിലെ ആശ്രയം പോകുന്ന കാലങ്ങളുണ്ടാകുമ്പോൾ ദൈവമാണ് നിൻ്റെ ആശ്രയം കളഞ്ഞതെന്ന് നീ മനസ്സിലാക്കണം. നീ തോറ്റാൽ നിൻ്റെ ആശ്രയം കളഞ്ഞത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. നിൻ്റെ ഒരു ലോൺ പാസ്സായില്ലെങ്കിൽ അത് പാസ്സാക്കാതിരുന്നത് ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് രോഗം വന്ന് നീ സുഖപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ആശ്രയം ദൈവമാണെന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ നീ പറയേണ്ടൊരു വാക്കുണ്ട്, എന്താണ്? എന്നെ ആശ്രയിച്ചിട്ടല്ലാതെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ പോകരുത്. എൻ്റെ ആശ്രയം പോയിരിക്കുകയാണ്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റിരിക്കുന്നു. എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എൻ്റെ ലോൺ പാസ്സായിട്ടില്ല. എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. എനിക്ക് ജപ്തിയാകാൻ പോകുന്നു. എൻ്റെ ആശ്രയം പോയിരിക്കുന്നു. ഞാൻ രോഗിയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ഓരോ തകർച്ചയിലും ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. അതാണ് ചരണമെന്ന് പറയുന്നത്. അത് വിശ്വാസത്തിൽ നിന്ന് വരേണ്ടതാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, ആരാധന. എനിക്കായി കരുതുന്നവൻ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, നിന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, നിന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ.